ഹേ എവ്രി വൺ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ എൻ്റെ ഫിൽഡപ്പ് ആയിട്ടുള്ള ഒരു സ്കെച്ച് ബുക്കിൻ്റെ ഫ്ലിപ്പ് ത്രൂ കാണിച്ചിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് സ്കെച്ച് ബുക്ക് ഫിൽ ചെയ്യാനുള്ള കുറച്ച് ഐഡിയാസുമായിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോർഡാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആർട്ട് ബ്ലോക്ക് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഐഡിയാസ് യൂസ് ചെയ്യാം. പക്ഷേ സിമ്പിൾ ഐഡിയാസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഞാൻ സാധാരണ ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഫിൽ ചെയ്യാറാണ്, അല്ലെങ്കിൽ കുറച്ച് ഫേസ് സ്റ്റഡീസ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഇമാജിനേഷൻസിൽ നിന്നുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യുക. അതൊക്കെയാണ് സ്കെച്ച് ബുക്കിൽ ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണ്ട കുറച്ച് ബ്രഷ് പെൻസ്, ഒരു ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാം, ഒരു മാർക്കർ, സ്കെച്ച് പെൻസ്, അങ്ങനെ എന്തും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളർ പെൻസിൽസ് ആയാലും മതി. പിന്നെ വേണ്ടത് കുറച്ച് ഡ്രോയിങ് പെൻസാണ്. ഞാനിവിടെ ആർട്ട് ലൈൻ മൈക്രോണിൻ്റെ ഡ്രോയിങ് പെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലായിട്ട് റെഗുലർ ജെൽ പെൻസ് യൂസ് ചെയ്യാം, പിന്നെ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ പേപ്പർ ടേപ്പിന് പകരമാണെങ്കിൽ വാഷി ടേപ്പ്സ് യൂസ് ചെയ്യാം. ഇത് നമുക്കൊരു ബോർഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പീൽ ഓഫ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനൊന്നുകൂടി പേപ്പർ ടേപ്പ്സാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ബ്രഷ് പെൻസ് എടുത്തിട്ട് കുറച്ച് ഡൂഡിൽസ് ചെയ്യുക. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബ്ലോക്കിങ്സ് ചെയ്യുക. ഞാൻ കുറച്ച് സർക്കിൾസ് ചെയ്യുന്നുണ്ട്. റെഗുലർ ആയിട്ടുള്ള ഷേപ്സ് ഫിൽ ചെയ്തിട്ട് ചെയ്യണം. ഞാനിവിടെ ഫ്ലോറൽ ഡൂഡിൽസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡൂഡ്ലിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫില്ലിങ് കഴിഞ്ഞു. ഇനി ഡ്രോയിങ് പെൻസ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ചെയ്യാണ്. കുറച്ച് ഫ്ലവേഴ്സ്, ലീവ്സ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡൂഡിൽസ് വെച്ചിട്ട് ആ ഓരോ ഫിൽ ചെയ്ത ഏരിയയും ഡീറ്റെയിൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോറൽ ഡൂഡിൽസ് തന്നെ ചെയ്യണമെന്നില്ല. ജങ്ക് ഫുഡ് ഡൂഡിൽസ് ചെയ്യാം, മഷ്റൂംസ് ചെയ്യാം, ലീവ്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്തിട്ട് ആ ഒരു തീമിലുള്ള ഡൂഡിൽസ് ഫിൽ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഐഡിയ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ഫസ്റ്റ് ഒരു കളർ പാലറ്റ് സെലക്ട് ചെയ്യണം. ഇഷ്ടമുള്ള കളേഴ്സ് കോമ്പിനേഷനായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ കളേഴ്സ് വെച്ചിട്ട് ഒരു പേജ് ഫില്ല് ചെയ്യുക. ഇറഗുലർ ഷേപ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുക. അതായത് ഒരു പാറ്റേൺ ഇല്ലാതെ റെക്റ്റാങ്കിൾ, സർക്കിൾസ്, അങ്ങനെ മൈൻഡിൽ വരുന്ന ഏതെങ്കിലും ഒരു ഷേപ്പ് വെച്ചിട്ട് അതിൻ്റെ പേജ് ഫില്ല് ചെയ്യാം. ഓവർ തിങ്ക് ചെയ്യരുത്, അപ്പോൾ അത് ഭയങ്കര ഡീറ്റെയിൽഡ് വണ്ണായിട്ട് പോവും. നമുക്ക് അബ്സ്ട്രാക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് മൈൻഡിൽ വരുന്ന എന്താണോ അത് സ്ക്രിബിൾ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ റെഗുലർ ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് പാറ്റേൺസ് ഫില്ല് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോയിങ് പെൻസൊക്കെ യൂസ് ചെയ്യാം, ഫൈൻ ലൈനേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം.
ഒരുപാട് ആലോചിച്ച് ഒരു തീം എടുത്തിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് മൈൻഡിൽ വരുന്ന കുറച്ച് പാറ്റേൺസ് ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് ക്രിയേറ്റീവായിട്ട് പാറ്റേൺസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. എൻ്റയർ ഏരിയ ഫില്ല് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ഏരിയ സ്കിപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ബ്ലാക്ക് ജെൽ പെന്നിന് പകരം വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്യാം, ഗോൾഡ് യൂസ് ചെയ്യാം, സിൽവർ യൂസ് ചെയ്യാം. ഗോൾഡൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല എഫക്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഡാർക്ക് കളേഴ്സിൻ്റെ മേലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ജെൽ പെന്നാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് അത്ര എടുത്ത് കാണില്ല, അപ്പോൾ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഒരു ആബ്സ്ട്രാക്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ബോർഡർ ചെയ്യുന്നുണ്ട്. മാസ്കിംഗ് ടേപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു സൺറൈസിൻ്റെ അബ്സ്ട്രാക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ പാലറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. മൗണ്ടൈൻ ലാൻഡ്സ്കേപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇറഗുലർ ആയിട്ട് ലൈൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. തിക്ക് ലൈൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് കുറച്ച് വൈറ്റ് ക്യാപ്പ് ലീവ് ചെയ്യുന്നുണ്ട്, ആബ്സ്ട്രാക്റ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓറഞ്ച് കളർ വെച്ചിട്ട് സൺ ചെയ്യാണ്. സണ്ണിൻ്റെ റേസും ഞാൻ 2 കളേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. അത് ഡയഗണലായിട്ട് റേസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ആബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മിസ്റ്റേക്സിനെ പറ്റി ഒരിടാവേ ചെയ്യരുത്. മിസ്റ്റേക്സ് വന്നാൽ അത് പെയിൻറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുപോവുക. അപ്പോഴേ അതിനൊരു ഫീൽ കിട്ടുള്ളൂ, അബ്സ്ട്രാക്ട് ഫീൽ കിട്ടുള്ളൂ. ഇനി ഞാൻ വൈറ്റ് ജെൽ പെൻ വെച്ചിട്ട് ചെറിയ ഡീറ്റെയിൽ കൊടുക്കുകയാണ്. ഡീറ്റെയിൽ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഫൈനായിട്ട് ലൈൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് എൻ്റെ ഏരിയ. ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെയും മൗണ്ടെയ്ൻസിൻ്റെ ഏരിയ മാത്രം വൈറ്റ് ജെൽ പെൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഈ ഒരു ആക്ടിവിറ്റിയുടെ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ ടേപ്പിലാണ്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് പാർട്ടും അത് തന്നെയാണ്. സോ നല്ല ക്ലീനായിട്ട് ബോർഡർ വരുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ റീത്ത് ചെയ്യാനാണ്. ഫ്ലവർ റീത്ത് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു പോസിറ്റീവ് കോട്ട് അല്ലെങ്കിൽ ജസ്റ്റ് സിംഗിൾ വേർഡ് എഴുതുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റഫായിട്ട് ഒരു സർക്കിൾ ചെയ്യുന്നുണ്ട്. സർക്കിൾ ഒരു ഓവൽ ചെയ്യാം. ആൻഡ് ടൂൾസ് ഒരിക്കലും യൂസ് ചെയ്യരുത്. അതിങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുന്നതാണ് ജേർണലിങ്ങിന് ഏറ്റവും റിലാക്സിങ് ആയിട്ട് തോന്നും. ഞാൻ ആ സർക്കിൾ ഷേപ്പിൽ കുറച്ച് ലീവ്സ് ആൻഡ് ട്വിഗ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. കുറച്ച് സ്പേസ് വിടുന്നുണ്ട് ഫ്ലവേഴ്സിനും, പിന്നെ ബ്ലോക്ക് ലീവ്സ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനും കൂടിയുള്ള സ്പേസ് വിടുകയാണ്. ഇനി ഞാൻ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യാണ്. ഡീറ്റെയിൽ ചെയ്ത് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇറഗുലർ ഷേപ്പ് വെച്ച് ഫില്ല് ചെയ്തിട്ട് റെഗുലർ പെൻ വെച്ചിട്ട് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കുറച്ച് ബ്ലാങ്ക് ലീവ്സും ബ്ലോക്ക് ലീവ്സും ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്.
ഓക്കെ, റീത്ത് കഴിഞ്ഞതിന് സെൻറ്ററിൽ ഒരു സിംഗിൾ വേർഡ് ഓർ കോട്ട് ബ്രഷ് പെൻ അല്ലെങ്കിൽ സാധാ റെഗുലർ പെൻ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഐഡിയ ആണ്. അതായത് ഒരു കളർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒരു റെഗുലർ അല്ലാത്തൊരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കേഴ്സ് വെച്ചിട്ട് ഒരു ഏരിയ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ വൈറ്റ് ജെൽ പെൻ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്വാഷ് അല്ലെങ്കിൽ കളർ പെൻസിലൊക്കെ വെച്ചിട്ട് വേറെ കളേഴ്സിലും ചെയ്യാം. യെല്ലോ ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, ഇനി എൻ്റെ ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്റ്റേമൻസും ലീവ്സും ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം ഐഡിയയിൽ സില്ലോവേറ്റ് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. സില്ലോവേറ്റ് ലീവ്സ് ഇല്ലുസ്ട്രേഷനോ അല്ലെങ്കിൽ ഫ്ലവർ ഇല്ലുസ്ട്രേഷനോ ഒക്കെ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പാറ്റേൺസ് കാണിക്കാനാണ് പോകുന്നത്. സ്കെച്ച് ബുക്ക് ഫിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് പാറ്റേൺസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സെൽ ടൈപ്പ് പാറ്റേൺ ആണ്. അത് ഞാൻ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് അവിടെ ഇവിടെയും കുറച്ച് ഡോട്ട്സ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ട് ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇതിനൊക്കെ 3 times സർക്കിൾ ചെയ്ത് കൊടുക്കുകയാണ്, സറൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഷെയ്ഡ് എടുത്തിട്ട് അഗൈൻ 3 times സറൗണ്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ പേജ് ഫില്ലാവുന്നവരെ എല്ലാ ഷെയ്ഡിനും ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക ചെയ്യാം. അപ്പോൾ നമുക്കൊരു സെൽ ടൈപ്പ് പാറ്റേൺ കിട്ടും. ജസ്റ്റ് ഒരു പേജ് ഫില്ല് ചെയ്യുക, മൈൻഡ് റിലാക്സ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി മാത്രമാണ്. ഓക്കെ, സോ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് എൻ്റെ പേജിന് കുറച്ച് ഡോട്ട്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ്. കളർഫുൾ ഡോട്ട്സ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾസ് വെച്ചിട്ട്. അപ്പോൾ ആദ്യം ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ അടുത്ത ഷെയ്ഡ്, അങ്ങനെ പേജ് ഫിൽ ചെയ്യുന്നവരെ എനിക്കിഷ്ടമുള്ള ഷെയ്ഡ്സ് വെച്ചിട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ പാറ്റേൺ സെലക്ട് ചെയ്തിട്ട് അത് മാത്രം ചെയ്യാം. ഞാനിവിടെ എൻ്റെ അടുത്തുള്ള എല്ലാ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഇല്യൂഷൻ പോലത്തെ ഒരു പാറ്റേൺ കിട്ടും. കുറച്ച് ക്രിയേറ്റീവ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ളൊരു പാറ്റേൺ. ഞാനിത് ലാസ്റ്റിൽ ഒരു പോസിറ്റീവ് കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്, ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട്. സോ നമ്മുടെ സ്കെച്ച് ബുക്ക്സ് ആരെങ്കിലും തുറന്ന് നോക്കുക ചെയ്യുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് വൈബും കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കളർ തീമിലുള്ള ഒരു പാറ്റേൺ ആണ്. അതിന് വേണ്ടി ഞാൻ ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പേപ്പർ ടേപ്പ് വെച്ചിട്ട്. എന്നിട്ട് ഒരു കളർ പാറ്റേൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്തത് പിങ്ക്, റെഡ്, ഓറഞ്ച്, യെല്ലോ കളർ വരുന്ന ഒരു കളർ പാലറ്റാണ്. എന്നിട്ട് ഒരു കോർണറിൽ നിന്ന് കുറച്ച് വേവി ആയിട്ടുള്ള പാറ്റേൺ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ വൈറ്റ് ക്യാപ്പ് ഇടുന്നുണ്ട്, ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സെയിം പാറ്റേൺ ഞാൻ എല്ലാ കോർണേഴ്സിലും ഫില്ല് ചെയ്യാൻ ചെയ്യുന്നത്. അടുത്ത പാറ്റേൺ കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു കോർണർ കിട്ടും, ആ ഒരു കോർണറിൽ ഈ സെയിം പാറ്റേൺ ഫില്ല് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഷ്യൻ തീമിലൊക്കെ ഈ പാറ്റേൺ ചെയ്യാം, നല്ല ഭംഗിയുണ്ടാവും. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ ഒക്കെ വെച്ചിട്ട്, അപ്പോൾ ആ ഒരു ഓഷ്യൻ വേവി എഫക്റ്റ് ഒക്കെ കിട്ടും.
ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ദ പാറ്റേൺസ്. അപ്പം ഇതൊക്കെയാണ് ഐഡിയാസ് ഓർ ആക്ടിവിറ്റീസ് ടു ഡു വെൻ യു ആർ ബോർഡ് ഓർ ഫേസിങ് സം കൈൻഡ് ഓഫ് ആർട്ട് ബ്ലോക്ക്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വിൽ ബി കമ്മിങ് വിത്ത് മോർ വീഡിയോസ്. സ്റ്റേ ട്യൂൺഡ്.